വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓൺ ഫങ്ഷണൽ അനാലിസിസ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെപ്പറബിലിറ്റി ഓഫ് ഹിൽബർട്ട് സ്പേസസ് ആണ്. സെപ്പറബിൾ സ്പേസസ് എന്ന് വെച്ചാൽ എന്താണ്? എ സ്പേസ് നോംഡ് സ്പേസ് എക്സ് ഈസ് കോൾഡ് എ സെപ്പറബിൾ സ്പേസ് ഇഫ് ഇറ്റ് ഹാസ് എ കൗണ്ടബിൾ ഡെൻസ് സെറ്റ് ഇൻ എക്സ്. അപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റിയൽ നമ്പേഴ്സ്, set of all real numbers is an example for separable space. Why? നമുക്കറിയാം Q എന്ന് പറയുന്ന set of all rational numbers, it is a countable set and it is dense in R. അപ്പോൾ R contains a countable dense set in R, therefore it is said to be a separable space. അപ്പോൾ separable space എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. A space, normed space X is called a separable space if it contains a countable dense subset in it. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു ഹിൽബർട്ട് സ്പേസ് സെപ്പറബിൾ ആവുക. സോ ഈ റിസൾട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഹിൽബർട്ട് സ്പേസ് ക്യാപിറ്റൽ എച്ച് ഇസ് സെപ്പറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം EI where I greater than or equal to 1 in H. അപ്പോൾ ഒരു സെപ്പറബിൾ സ്പേസ് ആണെങ്കിൽ, എച്ച് ഒരു സെപ്പറബിൾ സ്പേസ് ആണെങ്കിൽ ഇറ്റ് വിൽ കണ്ടെയ്ൻ എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം. തിരിച്ച് ഇഫ് എച്ച് കണ്ടെയ്ൻസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ദെൻ എച്ച് ഇസ് സെപ്പറബിൾ. ഇതാണ് നമ്മളോട് ഈ റിസൾട്ട് പറയുന്നത്. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. നമുക്ക് സഫിഷ്യൻസി പാർട്ടും അതുപോലെ നെസസിറ്റി പാർട്ടും രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. സോ നമുക്കിനി പ്രൂഫിലേക്ക് കടക്കാം. Assume that H is separable. H separable ആണ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? If H is separable, it contains a countable dense set in it. അപ്പോൾ ഇവിടെ നമ്മൾ ആ കൗണ്ടബിൾ ഡെൻസ് സെറ്റിനെ Y എന്ന് വിളിക്കുകയാണ്. സോ Y ഈക്വൽ ടു y1, y2, y3 എക്സെട്ര. ഇത് എച്ചിലുള്ള ഒരു കൗണ്ടബിൾ ഡെൻസ് സെറ്റാണ് എന്ന് നമ്മൾ എടുത്തു. ഇനി ഈ കൗണ്ടബിൾ ഡെൻസ് സെറ്റിൽ നിന്ന് നമ്മളൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ക്യാപിറ്റൽ എച്ചിലുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലെ ആദ്യത്തെ വെക്റ്റർ x1 ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാണ്. x1 is equal to yn1 where yn1 is the first non-zero entry in y. ഇപ്പോൾ നമ്മുടെ y എന്ന് പറയുന്ന സെറ്റിലുള്ളത് y1, y2, y3 എക്സെട്ര ഇവരാണ്. അതിൽ y1 നോൺ സീറോ ആണെങ്കിൽ വി വിൽ ചൂസ് x1 ആസ് y1. ഇനി y1 സീറോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് y2 സീറോ ആവില്ല, ബിക്കോസ് y1, y2, y3 എക്സെട്ര എന്ന് എടുത്തിരിക്കുന്ന ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മുടെ സെറ്റിലുള്ളവർ. സോ y1 സീറോ ആണെങ്കിൽ y2 സീറോ ആവില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ x1 ആയിട്ട് y2നെ എടുക്കും. അപ്പോൾ എനിവേ നമുക്ക് ജനറലായിട്ട് പറയാം, ഈ y1, y2, y3 എക്സെട്ര എന്നുള്ള ഈ സിസ്റ്റത്തിൽ നമ്മൾ ഇൻഡെക്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നോക്കി പോയാൽ ആദ്യത്തെ നോൺ സീറോ എൻട്രി ആരാണോ അതിനെയാണ് നമ്മൾ yn1 എന്ന് വിളിക്കുന്നത്. ഈ yn1 ആണ് ഞാൻ x1 ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വെക്റ്റർ x2 എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇനി x2 ചൂസ് ചെയ്യാൻ പോവാണ്. ഐ വിൽ ചൂസ് x2 ആസ് yn2 വേർ ഈ yn2 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് x1 ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു x1 ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ x1 സ്പാൻ ചെയ്യുന്ന സ്പേസിൽ yn2 ഉണ്ടാവരുത്. ആൻഡ് n2 ഈസ് ദ ലീസ്റ്റ് സച്ച് ഇൻഡെക്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് നമ്മുടെ x1 എന്ന് പറയുന്നത് y1 ആണെന്ന് കരുതുക. അപ്പോൾ സ്പാൻ ഓഫ് y1 ഇല്ലാത്ത നമ്മുടെ ഈ കളക്ഷനിലുള്ള സ്പാൻ ഓഫ് y1 ഇല്ലാത്ത ഈ കളക്ഷനിലെ ആദ്യത്തെ എൻട്രി ആരാണോ അതിനെയാണ് നമ്മൾ yn2 എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പാൻ ഓഫ് x1 ആരാണോ അത് yn1 ആണ്. ആ yn1 സ്പാൻ ചെയ്യുന്ന സ്പേസ് നോക്കുക. അപ്പം അതിൽ നമ്മൾ y2, y3, y4 ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ നോക്കി പോവാണ്. ഈ കൂട്ടത്തിൽ ആരാണോ ആദ്യമായിട്ട് സ്പാൻ ഓഫ് x1 ഇല്ലാത്തതായിട്ട് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ x2 എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമ്മളിനി x3 ചൂസ് ചെയ്യാൻ പോവാണ്. x3 is equal to yn3 where yn3 is not in span of x1 and x2. x1ഉം x2ഉം കൂടി സ്പാൻ ചെയ്യുന്ന സ്പേസിൽ ഇല്ലാത്ത ഒരാളാണ് yn3. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഈ വൈ എന്ന് പറയുന്ന ഈ കളക്ഷനിൽ ആദ്യമായിട്ട് ആരാണോ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ x3 ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ ജനറൽ ചൂസ് എക്സ് എം ഈക്വൽ ടു വൈ എൻ എം വേർ വൈ എൻ എം ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സ്പാൻ ഓഫ് x1 x2 etc xm minus 1 and nm is the least such integer and so on. നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സപ്പോസ് നമ്മൾ എടുത്തിരിക്കുന്ന ഹിൽബർട്ട് സ്പേസ് എച്ചിൻ്റെ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണെന്ന് കരുതുക, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ദിസ് പ്രൊസീജിയർ വിൽ സ്റ്റോപ്പ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ പ്രകാരം x1 സ്പാൻ ചെയ്യുന്ന സ്പേസിൽ x2 ഇല്ല, മീൻസ് x1ഉം x2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ x1 x2 ഇവർ രണ്ടുപേരും കൂടി സ്പാൻ ചെയ്യുന്ന സ്പേസിൽ ഇല്ലാത്ത ആളാണ് x3. സോ x1 x2 x3 ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന എക്സെന്നുകളുടെ സെറ്റ് എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് നമുക്ക് ചൂസ് ചെയ്യുന്നത് എത്രത്തോളം പറ്റുള്ളൂ? മാക്സിമം ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ നമ്മൾ ബേസിസ് എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് എച്ച് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കൊരു ഇൻഫിനിറ്റ് ബേസിസ് ഉണ്ടാവാൻ പറ്റില്ലല്ലോ, ഫൈനൈറ്റ് ബേസിസ് അല്ലേ കിട്ടുള്ളൂ. സോ ദിസ് പ്രൊസീജിയർ വിൽ സ്റ്റോപ്പ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ബേസിസ് ഓഫ് എച്ച് വിച്ച് ഇസ് x1 x2 etc xn. ഇനിയിപ്പോൾ അതല്ല, ഡയമെൻഷൻ ഓഫ് എച്ച് ഇൻഫിനിറ്റി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ദിസ് പ്രൊസീജിയർ വിൽ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? x1 x2 etc xn etc എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെ ഇൻഡെക്സുകൾ നമ്മൾ ആദ്യത്തെ നോൺ സീറോ എൻട്രി ആയിട്ടാണ് n1നെ എടുത്തത്. n1 കഴിഞ്ഞ് വരുന്ന അടുത്ത സ്പാൻ ഓഫ് yn1ൽ ഇല്ലാത്ത ആളെയാണ് yn2 എന്ന് വിളിച്ചത്. അത് കഴിഞ്ഞ് വരുന്ന ലീസ്റ്റ് ഇൻറ്റിജർ n3 സാറ്റിസ്ഫൈയിങ് ദാറ്റ്. അങ്ങനെ നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് n1 will be strictly less than n2 and it will be strictly less than n3 etc. and span of x1 x2 etc xm will be same as span of y1 y2 etc ynm. അപ്പോൾ നമുക്ക് തോന്നും ഇതിൽ രണ്ടിലും നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആവണമെന്നില്ല. ഇപ്പോൾ ഈ x1 x2 etc xm എന്ന് പറയുന്ന ഈ സ്പേസിൽ ഞാൻ m വെക്റ്റേഴ്സേ എടുത്തിട്ടുള്ളൂ, പക്ഷേ ഇവിടെ നമുക്ക് nm വെക്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ സ്പാൻ സെയിം ആവുക? ആലോചിക്കുക. നമ്മൾ x1 ചൂസ് ചെയ്തിരിക്കുന്നത്, x1 എന്ന് പറയുന്നത് ഒന്നുകിൽ y1 ആയിരിക്കും അല്ലെങ്കിൽ y2 ആയിരിക്കും, അല്ലേ? കാരണം y1 0 ആണെങ്കിൽ x1 എന്ന് പറയുന്നത് y2 ആയിരിക്കും. ഇനി അടുത്ത എലമെൻറ്റ് x2 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് x1ൽ ഇല്ലാത്ത ആദ്യത്തെ ആളാണ്, അല്ലേ? അപ്പോൾ y3 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് x1ൽ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്പാൻ ഓഫ് y1 y2 y3 എന്ന് പറയുന്നതും സ്പാൻ ഓഫ് x1 എന്ന് പറയുന്നതും സെയിം ആയിരിക്കില്ലേ? ഇപ്പോൾ സപ്പോസ് ഞാനിത് 0 ആണെന്നുള്ള അസംഷനിലാണ് പറയണത് കേട്ടോ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ y2നെ നോക്കിയാൽ മതി. y2 സ്പാൻ ഓഫ് x1ൽ ഉണ്ടെങ്കിൽ സ്പാൻ ഓഫ് y1 y2 എന്ന് പറയുന്നതും സ്പാൻ ഓഫ് x1 എന്ന് പറയുന്നതും സെയിം തന്നെയാവും. ഓക്കെ, ഇനി ഈ ഇപ്പോൾ x2 എന്ന് പറഞ്ഞാൽ നമ്മൾ yn2 എന്ന് എടുത്തു. അപ്പോൾ yn2ന് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാവരും സ്പാൻ ഓഫ് x1ലുള്ളവരാണ്. അപ്പോൾ സ്പാൻ ഓഫ് x1ഉം സ്പാൻ ഓഫ് y1 y2 etc yn-2 -1 എന്ന് പറയുന്നവരും രണ്ടും സെയിം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. സ്പാൻ ഓഫ് x1 x2 etc xm ഇസ് സെയിം ആസ് സ്പാൻ ഓഫ് y1 y2 etc ynm. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, xi ഇവർ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഇൻ എച്ച് ആണ്. ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി സ്പാൻ ഓഫ് x1 x2 etc xm ഈക്വൽ ടു സ്പാൻ ഓഫ് y1 y2 etc ynm. ഓക്കെ, ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സ്പാൻ ഓഫ് ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഇത് സിംപ്ലൈസ് ദാറ്റ് സ്പാൻ ഓഫ് xi എന്ന് പറയുന്നതും എല്ലാ xiകളും കൂടി സ്പാൻ ചെയ്യുന്ന സ്പേസും എല്ലാ yi-കളും കൂടി സ്പാൻ ചെയ്യുന്ന സ്പേസും സെയിം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇവിടുത്തെ m വെക്റ്റേഴ്സും ഇവിടുത്തെ nm വെക്റ്റേഴ്സും സ്പാൻ ചെയ്യുന്നത് സെയിം സ്പേസ് ആണ്. സോ xi വെർ i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്
yi where I greater than or equal to 1 എന്ന് പറയുന്ന സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ പോലും രണ്ടും സ്പാൻ ചെയ്യുന്ന സ്പേസ് സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് yi, സിസ്റ്റം yi എന്ന് പറയുന്നത് ഡെൻസ് ഇൻ എച്ച് ആണ്. ഈ സിസ്റ്റം ഡെൻസ് ഇൻ എച്ച് ആണെങ്കിൽ അത് സ്പാൻ ചെയ്യുന്ന സ്പേസും ഡെൻസ് ഇൻ എച്ച് ആയിരിക്കും അല്ലേ. സ്പാൻ ഓഫ് yi where I greater than or equal to 1 എന്ന് പറയുന്നത് അതും ഡെൻസ് ഇൻ എച്ച് ആയിരിക്കും. കാരണം എന്താണ്, ഇപ്പോൾ എ ഡെൻസ് ഇൻ ബി ആണെന്ന് കരുതുക. ഓക്കെ, ആൻഡ് ബി ഡെൻസ് ഇൻ, അത്രയ്ക്ക് പോകണ്ട നമുക്ക്, എ ഡെൻസ് ഇൻ ബി ആണെങ്കിൽ എയെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു എ ഡാഷ് എടുത്തു. ഈ എ ഡാഷും ബിൻ്റെ സബ്സെറ്റ് തന്നെയാണെങ്കിൽ എ ഡാഷും ഡെൻസ് ഇൻ ബി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, എ ഡെൻസ് ഇൻ ബി, എയുടെ സൂപ്പർ സെറ്റാണ് എ ഡാഷ്. എ ഡാഷും ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഡാഷ് ഈസ് ഓൾസോ ഡെൻസ് ഇൻ ബി. അപ്പോൾ ഇവിടെ വൈ ഐസ് ഡെൻസ് ഇൻ എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ സ്പാൻ ഓഫ് വൈ ഐസും ഡെൻസ് ഇൻ എച്ച് ആണ്. ഈ സ്പാൻ ഓഫ് വൈ ഐ എന്ന് പറയുന്നത് ഇപ്പോൾ സ്പാൻ ഓഫ് എക്സ് ഐ ആണ് അല്ലേ. അപ്പോൾ സ്പാൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നതും ഡെൻസ് ഇൻ എച്ച് ആണ് എന്ന് നമുക്ക് കിട്ടി. സോ സ്പാൻ ഓഫ് എക്സ് ഐ ഡെൻസ് ഇൻ എച്ച് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എക്സ് ഐ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ്. ഈ സ്പാൻ ഓഫ് എക്സ് ഐ, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സ്പാൻ ഓഫ് എക്സ് ഐ ഡെൻസ് ഇൻ എച്ച് ആയപ്പോൾ നമുക്കിവിടെ എക്സ്ട്രാ കിട്ടിയ കാര്യം ഇതാണ്, കളക്ഷൻ എക്സ് ഐ, സിസ്റ്റം എക്സ് ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എക്സ് ഐ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ് കംപ്ലീറ്റും ആണ്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ വി ക്യാൻ കൺസ്ട്രക്ട് ആൻ ഓർത്തോനോർമൽ സിസ്റ്റം ഫ്രം ദിസ് യൂസിങ് ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണു, വി വിൽ അപ്ലൈ ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ് ടു സിസ്റ്റം എക്സ് ഐ. അപ്പോൾ നമുക്കൊരു ഓർത്തോനോർമൽ സിസ്റ്റം ഇ ഐ കിട്ടും. And it has the property span of EI is greater than or equal to 1. Span of EI where I greater than or equal to 1 is same as span of XI where I greater than or equal to 1. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം സ്പാൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് ഡെൻസ് ഇൻ എച്ച് ആണ്. ആൻഡ് സ്പാൻ ഓഫ് എക്സ് ഐ എന്ന് പറയുന്നതും സ്പാൻ ഓഫ് ഇ ഐ എന്ന് പറയുന്നതും സെയിം തന്നെ ആയതുകൊണ്ട് സ്പാൻ ഓഫ് ഇ ഐ എന്ന് പറയുന്നതും ഡെൻസ് ഇൻ എച്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സ്പാൻ ഓഫ് ഇ ഐ എന്ന് പറയുന്നത് ഓർത്തോനോർമലാണ്. ആൻഡ് ഇറ്റ്സ് സ്പാൻ സിസ്റ്റം ഇ ഐ സിസ്റ്റം ഇ ഐ എന്ന് പറയുന്നത് ഓർത്തോനോർമൽ സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ്സ് സ്പാൻ ഇസ് ഡെൻസ് ഇൻ എച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഇൻ എച്ച്. സോ നമ്മുടെ പ്രൂഫിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞു. ഏത് പാർട്ടാണ്, എച്ച് സെപ്പറബിൾ ആണെങ്കിൽ ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം. ഓക്കെ, ഇനി കോൺവേഴ്സ്ലി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എച്ച് കണ്ടെയ്ൻസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഇ ഐ എന്ന് നമ്മൾ എടുത്തു. പി ഐ ഓൾറെഡി കംപ്ലീറ്റ് ആണ്, ഓർത്തോനോർമൽ സിസ്റ്റം ആണ് അല്ലേ. പി ഐ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സ്പാൻ ഓഫ് ഇ ഐ ഈസ് ഡെൻസ് ഇൻ എച്ച്. സ്പാൻ ഓഫ് ഇ ഐ ഡെൻസ് ഇൻ എച്ച് ആണെങ്കിൽ ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ഇതാണ്, എ ഡെൻസ് ഇൻ ബി ആൻഡ് ബി ഡെൻസ് ഇൻ സി ആണെങ്കിൽ എ ഡെൻസ് ഇൻ സി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്പാൻ ഓഫ് ഇ ഐ ഡെൻസ് ഇൻ എച്ച് ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ സ്പാൻ ഓഫ് ഇ ഐയുടെ ഒരു ഡെൻസ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ, ഡെൻസ് സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ഡെൻസ് ഇൻ എച്ച് തന്നെയായിരിക്കും. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ടേക്ക് വൈ ആസ് സെറ്റ് ഓഫ് ഓൾ സമ്മേഷൻ. I will take y as set of all summation I equal to 1 to n alpha I e I, where ഈ ആൽഫ ഐസ് സാധാരണഗതിയിൽ നമ്മൾ ആൽഫ ഐസ് കോംപ്ലക്സ് പ്ലെയിനിൽ നിന്നാണ് എടുക്കാറ്. പക്ഷെ ഇപ്പം ഞാൻ ആൽഫ ഐസ് എടുക്കുന്നത് എവിടെ നിന്നാണ്, ക്യൂവിൽ നിന്നാണ്. റാഷണൽ കോഎഫിഷ്യൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ആൻഡ് എൻ മേ വാരി എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആവാം. സോ നമ്മൾ ആക്ച്വലി എടുക്കുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് vectors in system EI with the rational coefficients. ഓക്കെ, ഇത് കൗണ്ടബിൾ സെറ്റാണ്. മാത്രമല്ല ഇത് ഡെൻസ് ഇൻ സ്പാൻ ഓഫ് ഇ ഐ ആണ്.
ഈ ഐസിൻ്റെ സ്പാനിൽ ഡെൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എച്ചിലും ഡെൻസ് ആയിരിക്കും. ദിസ് ഈസ് എ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഓഫ് എച്ച്. അപ്പോൾ എച്ചിന് ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ട് എന്ന് കിട്ടിയാൽ ദാറ്റ് മീൻസ് എച്ച് ഈസ് സെപ്പറബിൾ. അപ്പോൾ കോൺവേഴ്സും നമ്മൾ പ്രൂവ് ചെയ്തു. ഇഫ് എച്ച് കണ്ടെയ്ൻസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ദെൻ എച്ച് ഈസ് സെപ്പറബിൾ. ഓക്കെ, പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഓർത്തോനോർമൽ ബേസിസുകളെ കുറിച്ചും മറ്റും അടുത്ത സെഷനിൽ നമുക്ക്